ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? വാട്ട് ഷുഡ് ഐ ഡു ഫോർ യു? കർത്താവ് പലപ്പോഴും പരിശുദ്ധാത്മാവിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോഴും, പണ്ടും ചോദിക്കും, ഇപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ദൈവം സംസാരിക്കും. കാരണം ദൈവമാണല്ലോ നമുക്ക് നാവ് തന്നിരിക്കുന്നത്. അവൻ്റെ കൂട്ടല്ലേ, അവൻ്റെ നാവുണ്ടിട്ട് നമുക്ക് നാവും വായും തന്നിരിക്കുന്നത്. കർത്താവ് സംസാരിക്കും. കർത്താവ് സംസാരിച്ചിട്ടുണ്ടോ? വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നതാണ് കാണാം. നമുക്ക് ഇതിനെ വായിക്കാൻ എടുക്കുന്ന ഭാഗം മത്തായിയുടെ സുവിശേഷം 21:14. മത്തായിയുടെ സുവിശേഷം 21:14 ഇങ്ങനെയാണ് വായിക്കുന്നത്: കുരുടന്മാരും മുടന്തരും ദൈവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്നു, അവൻ അവരെ സൗഖ്യമാക്കി. ദൈവത്തിൻ്റെ ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ക്രിസ്തു പ്രാർത്ഥനാലയം ശുദ്ധമാക്കുന്നുണ്ട്. എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്, കള്ളന്മാരുടെ ഗുഹയല്ല. അപ്പം പ്രാർത്ഥന ആലയം ശുദ്ധീകരിച്ച് കഴിഞ്ഞപ്പം തൊട്ട് പിന്നെ ദൈവപ്രവൃത്തി നടക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗം, യേശു ദൈവാലയത്തിൽ ചെന്നു, ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി, പൊൻവാണിപ്പക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. എപ്പോൾ യേശു വന്നൊരു ക്ലെൻസിങ് ഉണ്ട്, ഒരു ശുദ്ധീകരണമുണ്ട്. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. കുരുടന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്നു, അവൻ അവരെ സൗഖ്യമാക്കി. ഉണ്ടോ? ആരൊക്കെയാണ് വന്നത്? നോർമലായിട്ടുള്ളവരൊന്നും അല്ലെന്നേ. ഈ എന്നും നമ്മൾ പള്ളിയിൽ പോകുന്ന സഭായോഗങ്ങളിൽ അവർക്കൊന്നും അല്ലെന്നേ ദൈവം പ്രവർത്തിച്ചത്. കുരുടനും മുടന്തനും നമ്മൾ ഓർക്കണേ. എല്ലാം തികഞ്ഞെന്ന് വിചാരിക്കുന്ന നമുക്കൊന്നും ആ ദൈവത്തിന് ആവശ്യമില്ല. എല്ലാ ആഴ്ചയും കുർബാന കൊള്ളുന്നവരുണ്ട്, എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്നവരുണ്ട്, എല്ലാ യോഗങ്ങളിലും പോകുന്നവരുണ്ട്. അവിടെയൊന്നും അല്ല ദൈവം. യേശു വന്നപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ചെന്നവർ അവരാരും അല്ലായിരുന്നു. കുരുടര്, മുടന്തര്, പിന്നെന്തോ പിന്നെ കാല് കണ്ണ് കാണാൻ വയ്യാത്തവർ, ചെവി കേൾക്കാൻ വയ്യ, ബധിരർ, ഇങ്ങനെയൊക്കെയുള്ളവർ, എപ്പിലെപ്സി ഉള്ളവർ, അങ്ങനെയൊക്കെയുള്ളവർ തന്നെ വന്നിരിക്കുന്നു അന്ന് ഇന്നും. എന്നിട്ടും ഈ മഹാപുരോഹിതന്മാർക്ക് ശാസ്ത്രിമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എപ്പോഴും കർത്താവ് വില്ലിങ്ങാണ്. എന്നും യേശു ഇന്നും ഈ ബലഹീനർക്ക് വേണ്ടി, സൊസൈറ്റിയിലെ അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടി, കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവൻ ഇന്നും റെഡിയാണ്. പക്ഷേ നമ്മൾ അവന് വഴി കാണിച്ചു കൊടുക്കുന്നവർ പോലും മാറി നിൽക്കുന്നുണ്ട്. നമ്മൾ ഇച്ചിരി കൂടെ വിശ്വസ്തത ദൈവത്തോട് കാണിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഈ കർത്താവ് ഇവിടെ അതേപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 10:46 വാക്യത്തിൽ, 46 ഇങ്ങനെ വായിക്കുന്നു. അതിന് ഇച്ചിരി മുമ്പോട്ട് ഞാൻ വായിക്കുക. അവൻ എറിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടും എറിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന് കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയേറിയിരുന്നു. ഇവിടെ ഭിക്ഷക്കാരൻ്റെ പേര് ബർത്തിമായി. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്രാ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചു. ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ അധികം നിലവിളിച്ചു. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കാൻ, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പും ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുത്ത്. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരാനോ നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. ദിസ് ക്വസ്റ്റ്യൻ, അതായത് ബർത്തിമായി എന്ന് പറഞ്ഞ ഒരു കുരുടൻ യേശു അതിലൂടെ പോന്നു എന്ന് കേട്ടപ്പോൾ വിളിച്ച വിളി ദാവീദ് പുത്ര. അവനെങ്ങനെ അറിഞ്ഞു? കണ്ണുള്ളവനും ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും തോറ മുഴുവൻ പഠിപ്പിച്ചവർക്കും ഇത് ദാവീദ് പുത്രനാണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഈ കണ്ണ്, അവൻ്റെ അകത്തെ പുരുഷൻ പുഷ്ടിയുള്ളതായിരുന്നു. അവൻ്റെ അകത്തെ കണ്ണ്, അതായത് കണ്ണ് പൊട്ടനായവൻ്റെ അകത്തെ കണ്ണിന് ജീവനുണ്ട്. കണ്ണ് തുറന്നിരിക്കുന്നവനായ പരീശൻ്റെയും ശാസ്ത്രിയുടെയും കണ്ണ് അകത്തെ അത് അടഞ്ഞുമായിരിക്കുന്നു. എന്തൊരു പാരഡോക്സ് അല്ലേ ഇല്ലേ? നമ്മൾ ഇന്നത്തെ ഒട്ടും വ്യത്യാസമില്ല. എൻ്റെ കണ്ണ് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ വചനമൊക്കെ നമ്മൾ കണ്ണടയ്ക്കുമെന്ന്. ഞാൻ ഈ സൗദി അറേബ്യയിലൊക്കെ നിങ്ങൾ വചനം പഠിക്കുമ്പം ഒരു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യാനിയായവനുണ്ടായിരുന്നു, ഡാനി എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ലീഡറായിട്ട് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോൾ വചനം പറയുമ്പോൾ അതിങ്ങനെ കണ്ണടച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ചോദിച്ചു, ഇങ്ങനെ കണ്ണടച്ച് എന്തായിരിക്കുന്നതെന്ന്. അങ്ങനെ ശ്രദ്ധ മാറാതെ ഈ ബുദ്ധിസ്റ്റിനെ കണ്ണടച്ച് അവർ ധ്യാനിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ അങ്ങനെ കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ടേ ഇരുന്ന വചനം കേൾക്കുന്നത്. ഉറങ്ങുകയല്ല, കണ്ണട. കാരണം ശ്രദ്ധ വേറെ, ഈ പുറത്തെ കണ്ണ് തുറന്നിരുന്ന അശ്രദ്ധ ഉണ്ടാകും.
അതുകൊണ്ട് അകത്തെ മനുഷ്യൻ്റെ കണ്ണ് തുറപ്പിക്കണമെങ്കിൽ പുറത്തെ കണ്ണ് അടയണം. അതുകൊണ്ട് ഈ പൊട്ടക്കണ്ണൻ നമ്മളെക്കാട്ടിലും ഭാഗ്യവാനാണ് ഒരു കണക്കിൽ. അതുകൊണ്ട് യേശു അതിലെ പോയപ്പോൾ മനസ്സിലായി ഇത് ദാവീദ് പുത്രനാ പോകുന്നതെന്ന്. കണ്ണ് തുറന്നവനും തോറ പഠിച്ചവനും മനസ്സിലാകാത്തത് ഈ മനുഷ്യന് മനസ്സിലായി. അവൻ വിളിച്ചു പറഞ്ഞു ദാവീദ് പുത്ര. യേശു അനങ്ങിയില്ല. യേശുവിന് അറിയാൻ കഴിഞ്ഞിട്ടോ പിതാവ് നേരത്തെ പറഞ്ഞ ഈ കാര്യം. അവരെല്ലാവരും ഉണ്ടായിരിക്കാൻ പറഞ്ഞു. പക്ഷെ അയാൾ പിന്നെയും വിളിച്ചു പോയി യേശുവേ ദാവീദ് പുത്ര. യേശു അവിടെ നിൽക്കുന്ന ഒരു നമ്മളെപ്പോൾ കറക്റ്റ്. അതുകൊണ്ടാണ് നിൻ്റെ നാമം നിൻ്റെ വാഗ്ദത്തം ഇതൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അവൻ്റെ നാമം ക്ലിയറായിട്ട് വിളിച്ചോ അവിടെ ഉത്തരം കിട്ടും. ദാവീദ് പുത്രാന്ന് വിളിച്ചവിടെ നിന്നു നിനക്ക്. അപ്പോൾ ഈ കണ്ണുപൊട്ടൻ വിളിച്ചപ്പം യേശു കടന്നു വന്ന് മുമ്പിൽ നിൽക്കുകയാണ്. യേശു നിൽക്കുമ്പം യേശു ഒരു ചോദ്യം ചോദിക്കും, നിനക്കെന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്. എനിക്കിത് ആദ്യകാലങ്ങളിൽ വായിക്കുമ്പോൾ എനിക്ക് വല്ലാതെ പ്രയാസം തോന്നിയിട്ടുണ്ട്. കർത്താവ് ഈ കണ്ണുപൊട്ടന് അതാ കാണാറിയത്, കർത്താവിന് അറിയത്തില്ലേക്ക് കണ്ണ് കാഴ്ച കാണുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഹാസ് എ ഡീപ്പർ മീനിങ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അതായത് ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മാവ്, അകത്തെ മനുഷ്യൻ്റെ കണ്ണ് തുറന്നിരിക്കുന്നത് യേശു കണ്ടിട്ട് ആ ആത്മാവിനെ മാനിച്ചുകൊണ്ട് സെയിം ലെവലിൽ കൊണ്ടുവന്ന് ചോദിച്ചു, മകനെ ഞാൻ എന്ത് ചെയ്യണം? അല്ലെ കൂട്ടുകാരാ ഞാൻ എന്ത് ചെയ്യണം? സീ ദാറ്റ് വലിപ്പച്ചെറുപ്പം അവിടെ വരുന്നില്ല. ഒരാൾ വേറൊരാളെ മാനിക്കുന്നത് കണ്ടോ? അതായത് പരിശുദ്ധാത്മാവ്, യേശുവിൽ ഉള്ള പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മ ഈ മനുഷ്യൻ്റെ അന്ധതയല്ല കാണുന്നത്. ഈ മനുഷ്യൻ്റെ അകത്തെ മനുഷ്യൻ്റെ തുറന്ന കണ്ണിരിക്കുന്നത് കണ്ടിട്ട് അയാൾക്ക് വില കൊടുത്തിട്ട് അയാളോട് ചോദിക്കുകയാണ്. ഒരു മാനിക്കുന്നവനോടല്ലേ ഞാൻ എന്താ ചെയ്യണം? അല്ലെ സ്ലേവിനോട് ചോദിക്കണോ? ഒരു സ്ലേവിനോട് ഒരു വേലക്കാരനോട് നമ്മൾ ഞാൻ നിന്നോട് വല്ലതും ചെയ്യണമെന്ന് ചോദിക്കൂല. ഒരു ഈക്വൽ, അതൊരു ബഹുമാനമാണ്. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നമ്മളൊരു വീട്ടിലൊരാൾ വരുമ്പം പുറത്തുനിന്ന് വർത്താനം പറഞ്ഞു വിടുന്നവരുണ്ട്. നമുക്ക് അവരെ ബഹുമാനിക്കേണ്ടവരാണെങ്കിൽ അകത്ത് കയറുമായിരിക്കാൻ പറയും. അതിലവർ പറഞ്ഞു വെച്ചാൽ നമ്മൾ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി അവരെ സ്വീകരിക്കാൻ റെഡിയാക്കും. എന്താ? മാനിക്കുകയാണ്. ഈ പൊട്ടക്കണ്ണനെ ദൈവം മാനിക്കുന്നതുണ്ടോ? പൊട്ടക്കണ്ണോട് ചോദിക്കുന്നത് അതൊരർത്ഥം. വേറെ അർത്ഥത്തിൽ പലപ്പോഴും ഈ ചുമ്മാ ദാവ്യത്തിനെന്ന് വിളിക്കുന്നത് നമുക്കറിഞ്ഞൂടെ എന്തിനാണ് നമ്മൾ വിളിക്കുന്നതെന്ന്. പക്ഷേ ഈ മനുഷ്യനറിയാൻ പറ്റും. ഹീ ന്യൂ വാട്ട് ഹി വാസ് ആസ്കിങ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു പ്രാവശ്യം യേശുവിനെ കാണുന്നത് കർത്താവിന് വന്ന് നിന്ന് വന്നപ്പോൾ എനിക്കൊന്നും ചോദിക്കാനില്ല. ഈ പൊട്ടക്കണ്ണന് എന്നെക്കാട്ടി മിടുക്കനാ. എന്തൊരു ഭാഗ്യമല്ലേ. അയാൾ ചോദിക്കുന്നു, അയാൾ പറഞ്ഞത് റബ്ബൂനി എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടനോട്. യേശുവിനോട് പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു. കണ്ട, അനുഗമിക്കാൻ പാടുന്നില്ല. കാരണം അകത്തെ മനുഷ്യൻ നേരത്തെ ഈ യേശുവിനെ കണ്ടതാണ്. നമുക്കുള്ള ദൂഷ്യം എന്താണെന്ന്, നമ്മുടെ പുറത്തെ കണ്ണിങ്ങനെ തുറന്നിരിക്കുന്നതിനാൽ അകത്തെ കണ്ണ് തുറക്കാൻ നമ്മൾ അനുവദിക്കത്തില്ല. അകത്തെ കണ്ണ് ജീവിക്കണമെങ്കിൽ പുറത്തെ കണ്ണ് അടയണം. അതുകൊണ്ടാണ് പ്രായം ചെല്ലുമ്പോഴാണ് ഈ യാക്കോബൊക്കെ തന്നെ ഉണ്ടല്ലോ. യാക്കോബ് പ്രായം ചെന്ന് കണ്ണ് കാണാൻ വയ്യാഞ്ഞിട്ട് യാക്കോബിനെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞു. കണ്ണ് തുറന്നിരുന്നെങ്കിൽ യാക്കോബിനെ അനുഗ്രഹിക്കത്തില്ലായിരുന്നു. കണ്ണടഞ്ഞിരുന്നുകൊണ്ട് അകത്തെ കണ്ണ് തുറന്നതുകൊണ്ട് യാക്കോബിനെ അനുഗ്രഹിച്ചു. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തം അവൻ്റെ മേലെ. ജോസഫിൻ്റെ 2 മക്കളെ അനുഗ്രഹിച്ചപ്പോഴും കണ്ണ് കാഴ്ചയില്ലായിരുന്നു. രണ്ട് കൈ അപ്പുറത്തിപ്പുറത്തും വെച്ചെന്ന്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. അകത്തെ മനുഷ്യൻ വലുതാക്കണം. അവൻ വലുതാകണം. അതായത് ദൈവം വലുതാണ്, ഞാൻ ചെറുതാണ്. അതുപോലെ തന്നെ എൻ്റെ അകത്തെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാ നിറഞ്ഞിരിക്കുന്നു. അകത്തെ മനുഷ്യന് പുഷ്ടി പ്രാപിക്കുമ്പോൾ പുറത്തെ മനുഷ്യനാകുന്ന ഞാൻ ചെറുതാകും. അല്ലാതെ ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കുറേ വിനയം കാണിക്കും, കുറേ ഈ ഒത്തിരി പുകഴ്ത്തി പറയുന്നവരുണ്ടല്ലോ, ഒത്തിരി സൂക്ഷിക്കണം അങ്ങനെയുള്ളവർ. ഒത്തിരി പുകഴ്ത്തി പറയുന്നവർ ഒരാഢ്യത്യമില്ലേ ചിലർക്ക്, ചില കാര്യം ഒരാഢ്യത്യം. അതായത് നിറഞ്ഞ കുടത്തിനൊരു പ്രാഗൽഭ്യമില്ലേ. ഒരു വീട്ടിൽ 10 സ്വർണത്തിൻ്റെ കുടം ഇരിക്കുക, അത് നിറച്ച് നിധിയുമായിട്ട് ആ ഇരിക്കുന്ന വീട്ടിൽ കയറി ചില നമുക്കൊരു ഭംഗി തോന്നത്തില്ലേ. അത് കൊടുക്കുകയോ എടുക്കുകയോ എന്തെങ്കിലും ആയിട്ട് നിറകുടമായിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ടോ? പകർന്നു കൊടുക്കാനും മാത്രം ആയിട്ടുണ്ടോ? കർത്താവ് എപ്പം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പം എപ്പോഴും ഇത് തന്നെയാണ് കനാന്യ സ്ത്രീയോട് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? കർത്താവ് പറയുന്നു, അവൾ അവൾക്ക് ഭ്രാന്ത് പിടിച്ച ഒരു കൊച്ചുണ്ടെന്ന് ഇല്ലേ, ഭക്ഷണം ഞാൻ എൻ്റെ ദൈവം മക്കൾക്കുള്ള ഭക്ഷണം നായ്ക്ക് കൊടുക്കത്തില്ല. അവൾക്ക് ഉറപ്പുണ്ട് എന്താ വേണ്ടിയെന്ന്. അവൾ പറഞ്ഞു, കുട്ടികളും ഭക്ഷണം ഏതെങ്കിലും യജമാനൻ്റെ മേശപ്പുറത്തു നിന്ന് ചുമ്മാതെ ഭക്ഷണം താഴെ വീഴുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഐ വാസ് തിങ്കിങ് അബൌട്ട് ദാറ്റ്. ഇപ്പം എൻ്റെ പട്ടി
എൻ്റെ പേര് ചിപ്പിന്ന. ആ പട്ടി എൻ്റെ അടുക്കൽ അകത്ത് വല്ലപ്പോഴേ വരത്തുള്ളൂ. പക്ഷേ ആ പട്ടിക്ക് ഞാൻ ഒരിക്കലും ഇങ്ങനെ കയ്യിൽ നിന്ന് വീണ് പോയിട്ടില്ല. ഞാൻ കൊടുത്തെങ്കിലേ അതിനും കിട്ടത്തുള്ളൂ. അപ്പം ഏതൊരു നായ്ക്കുട്ടിക്ക് പോലും യജമാനന് അറിയണം കൊടുക്കണമെങ്കിൽ. അവൾക്കറിയാമായിരുന്നു ഈ യജമാനൻ തരുമെന്ന്. ചോദിക്കാൻ അറിഞ്ഞിരിക്കണം. ഭർത്താവ് വന്ന് ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. ഒരു ക്ലിയറായിട്ടുള്ള ഒരു ചോദ്യം കൊണ്ട് ചെല്ലണം. പ്രാർത്ഥിക്കുമ്പോൾ ക്ലിയറായിട്ടുള്ളൊരു ഉത്തരം നമ്മൾ എക്സ്പെക്റ്റും ചെയ്യണം. അവിടെയാണ് ക്ലാരിറ്റി. അതായത് പ്രാർത്ഥിക്കാൻ എങ്ങനെ ശരിയായിട്ട് പ്രാർത്ഥിക്കാൻ പഠിച്ചോ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. വചനാടിസ്ഥാനത്തിൽ ചെല്ലണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. ഒരു പക്ഷേ നമ്മുടെ മക്കളുടെ വീണ്ടെടുപ്പായിരിക്കാം. കുരുടരായിട്ട്, അതായത് മനുഷ്യൻ്റെ ഈ ഭർത്തമ്മയുടെ കുരുടല്ല ഞാൻ പറയുന്നത്. കണ്ണ് തുറന്നിരിക്കുന്ന മനുഷ്യരുടെ അകത്തെ കണ്ണ് കുരുടായിട്ടിരിക്കുന്നവരെ നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് മാറ്റം വരേണ്ടിയിരിക്കുന്നു. കർത്താവ് എന്നും ചോദിച്ചുകൊണ്ടിരിക്കുക, മോളെ ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടിയെന്ന്. ശരിയായിട്ട് ഉത്തരം കൊടുക്കാൻ അറിഞ്ഞുകൂടാ. അതിനാൽ പലത്തിനും ഉത്തരം കിട്ടാതിരിക്കുന്നു. നമുക്കിന്നു മുതൽ ക്ലാരിറ്റി കർത്താവെ. അതായത് ഒരു കർത്താവിൻ്റെ മുമ്പിലോട്ട് ചെല്ലുമ്പോൾ നമ്മളിപ്പം ഈ ചീഫ് മിനിസ്റ്ററിനെ കാണാൻ പോകും. 10 റിക്വസ്റ്റും കൊണ്ട് പോയിട്ട് കാര്യമില്ല. ഇന്ന് ആവശ്യമുള്ള ഒരു പ്രോപ്പർട്ടിയുടെ വസ്തുവിന് വഴി വേണം. ആ വഴിയുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടേ ചെല്ലത്തുള്ളൂ. വഴിയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വൃക്ഷമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് നദിയുണ്ട്, അതൊന്നും പറയില്ല നമ്മൾ. വി ഓൺലി നീഡ് ദറ്റ് റോഡ്. അതുപോലെ ഏക മനസ്സോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് കാര്യം പ്രാപിക്കാൻ കർത്താവ് നിങ്ങളോടും എന്നോടും ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം. ആത്മാവിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പം ഒരു 5 മിനിറ്റ് അന്യഭാഷയായിരിക്കാം, വചനമെടുത്തായിരിക്കാം, സ്തോത്രഗീതം പാടിയായിരിക്കാം, അങ്ങനെ അവനവനറിയാവുന്ന വിധത്തിൽ ആരാധിച്ച് കഴിയുമ്പം ദൈവം പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ടും ശക്തമായിട്ടും വന്നിട്ട് ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. അത് ചിലപ്പം പള്ളിയിൽ കുർബാന നടത്തുമ്പോഴായിരിക്കാം, ഒരു യോഗത്തിലിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോഴേ സ്വപ്നത്തിലായിരിക്കാം. ബി റെഡി അറ്റ് എനി ടൈം when he asks that we give the right question and we receive the right answer. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാഥാ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് നീ എപ്പോഴും ചോദിക്കുന്നുണ്ട്. അത്രയും അടുത്ത് വന്നാലല്ലേ ചോദിക്കാനൊക്കത്തുള്ളൂ. ചോദിച്ചത് കേൾക്കണമെങ്കിൽ നിൻ്റെ അടുത്തിരിക്കണ്ടേ. ഞങ്ങളുടെ അടഞ്ഞ കണ്ണുകളിന്ന് തുറക്കണം. അകത്തെ മനുഷ്യൻ ജീവൻ വെക്കണം. അകത്തെ ചെവികൾ കേൾക്കണം. സാവേ, നീ എന്നും ചോദിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉത്തരം പറയാൻ ഞങ്ങൾക്ക് ശരിയായിട്ട് പറയാനുള്ള കൃപ തരണേ. തലമുറകളുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിയണം. കണ്ണടഞ്ഞു കിടക്കുന്ന കുഞ്ഞുങ്ങളെ അകത്തെ മനുഷ്യനെ പുഷ്ടി പിടിക്കുന്ന വചനം അയച്ചുകൊണ്ടേയിരിക്കുക. മുല്ലപ്പൂമണമേറ്റ് കിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. അല്ല, എന്നും മണം ഉണ്ടെങ്കിൽ അതിനൊരു സൗരഭ്യം വരും. വെള്ളം ഒരു പാറമേൽ വീണാൽ ആ കല്ല് പോലും സോഫ്റ്റ് ആകും. പിന്നാണ് ഈ വചനം ചെന്ന് കൊണ്ട് അവിടെ ഒരു വലിയ കുഴി ഉണ്ടായിട്ട് അതിനകത്ത് ജീവവെള്ളം നിറഞ്ഞിട്ട് തലമുറകളുടെ മേലുള്ള ബന്ധനങ്ങളെല്ലാം അഴിച്ച് പഥ്യമായ വെള്ളം ഒഴുകുന്ന ഭൂമിയാക്കി അവരെ മാറ്റി ജീവവൃക്ഷം കിളിപ്പിച്ച് കർത്താവിന് യോഗ്യമുള്ള പാത്രങ്ങളാക്കി തീർക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് അത് ചെയ്തേ പറ്റൂ കർത്താവേ. എനിക്കതാണ് ആവശ്യം. തലമുറകളുടെ മേൽ നിൻ്റെ ആത്മാവിനെ പകരുന്നു. അതാണ് ഞങ്ങൾക്ക് ആവശ്യം. അനേക കുടുംബങ്ങൾക്ക് ഇതാണ് ആവശ്യം. കുടുംബജീവിതം നരകമാക്കുന്ന പല തന്ത്രങ്ങളും പിശാച് ഉപയോഗിക്കുമ്പോൾ അന്യോന്യം ആവശ്യമില്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞ്, ഒരിക്കലും ഇല്ലാത്ത നുണകൾ പറഞ്ഞ് ഡിവോഴ്സ് നടത്തുന്ന ഈ കാലത്ത് ശക്തനായവൻ പറയുകയാണ്, ഞാനാണ് മധ്യസ്ഥൻ. ഉപ്പിരിച്ചരട് അറ്റുപോകത്തില്ല. അനേക അപ്പന്മാർ വീട്ടിലിരുന്ന് ഞരങ്ങുന്നവരുണ്ട്. കോടതിയെ ചെന്ന് കണ്ടാൽ ഒരു പ്രയോജനമില്ല. ഉള്ള സമാധാനം കൂടെ ഇല്ലാതാക്കും. പിന്നെ അല്പകാലത്ത് കുഞ്ഞുങ്ങളെ കാണുന്നങ്ങളെപ്പോലെ അവരെയും കൂടെ കാണിക്കാതാക്കും. എന്തൊരു കഷ്ടമാപിച്ച നീതിന്യായ കോടതികൾ ദൈവത്തിൽ നിന്ന് മാറിയാൽ എവിടെ അവിടെ ന്യായം കിട്ടും കർത്താവ്. ആലയങ്ങൾ സത്യത്തെ പിടിച്ചു നിർത്തേണ്ടിടത്ത് അവിടെ അടിസ്ഥാനം ഉലഞ്ഞു പോയാൽ എന്ത് ചെയ്യും അപ്പച്ച? ഞങ്ങൾ വചനത്തിൽ ഉറച്ചു നിൽക്കേണ്ടവർ പ്രായമായിട്ടിലും സംശയം വന്നാൽ എന്ത് ഗുണം അപ്പച്ച? അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു അപ്പച്ചനിലുണ്ട പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ കൂടെ നിറച്ച് വ്യക്തമായ കൃപയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ അനേകർക്ക് വെളിച്ചം കൊടുക്കാൻ ഞങ്ങൾക്ക് വിടുതലുണ്ടാകാനും അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഉത്തരം ചെവി ഓർത്ത് കേൾക്കാനും ഉത്തരം പ്രാപിക്കാനുമുള്ള കൃപ ഇന്ന് ലഭിച്ചിരിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ ഒരു വിടുതൽ അയക്കുന്നതിൻ്റെ കൂടെ ശക്തമായ വചനം ചെന്ന് പ്രവർത്തിച്ചിട്ട് തിരിച്ചു വരട്ടെ.
അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.